1201 ആണ്ട് ഇടവ മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് പ്രവചിക്കുന്നത്. 15/5/2026 മുതൽ 14/6/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ്. മേടക്കൂറിൽ ജനിച്ച ആൾക്കാരുടെയാണ്. അശ്വതി നക്ഷത്രവും ഭരണി നക്ഷത്രവും കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗവും ചേർന്നതാണ് മേടക്കൂർ എന്ന് പറയുന്നത്. ആജ്ഞാപിക്കാനുള്ള പദവിയുള്ള ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യത ഏറെ കാണുന്നുണ്ട്. എന്നുവെച്ചാൽ അധികാരമുള്ള ഒരു ജോലി ലഭിക്കും. അത് യൂണിഫോം സർവീസിൽ ഉള്ളവർക്കും അത് ബാധകമാണ്. മറ്റു ഭരണാധികാരികൾക്കും അത് ആകാം. ഇനി സമ്പത്ത് ലഭിക്കാം. ധാരാളം ഐശ്വര്യങ്ങളും ലഭിക്കുന്ന ഒരു നല്ല സമയമാണ്. നിങ്ങളുടെ ശല്യം ചെയ്യുന്നവർ, നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ ശല്യം ചെയ്യുന്നവർ അത് നിർത്തിവെക്കും. അതുപോലെ ഏഴര ശനിയുടെ ഉപദ്രവം കുറയുന്നതാണ്. ശനി ഗുണവാനായി മാറുന്ന ഒരു സമയമാണ്. ഗുരുപാർച്ചയിൽ ആ ഗുണം ലഭിക്കുന്ന ഒരു സമയമാണ്. ജനങ്ങളുടെയും ബന്ധുക്കളുടെയും മിത്രങ്ങളുടെയും എല്ലാവരുടെയും പിന്തുണ, അതായത് അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ധാരാളം ധനം ഈ കാലത്ത് സമ്പാദിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പല ആഗ്രഹങ്ങളും നടന്നു കിട്ടുന്നു. വീടിൻ്റെ പണി പൂർത്തീകരിച്ച് പാല് കാച്ചി താമസിക്കാൻ സാധിക്കുന്നു. അത് വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നവർക്കാണ് അത് സാധിക്കുന്നു. അതല്ലാണ്ടാണെങ്കിൽ റെഡിമെയ്ഡായിട്ട് ഫ്ലാറ്റോ അപ്പാർട്ട്മെൻറ്റൊക്കെ വാങ്ങാനും നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. മനസമാധാനം ലഭിക്കുന്നു. ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം എവിടെയും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. ആരുടെയും ചതിവിൽപ്പെടാണ്ട് രക്ഷപ്പെടാനും സാധിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള കെണികൾ പെടുത്തി നിങ്ങളെ ചതിവിൽപ്പെടുത്താൻ നോക്കുകയാണെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെടുന്നു. വില പിടിച്ച പല സമ്മാനങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. പല ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ജയിക്കാനുള്ള, അതായത് ആരെയും നിങ്ങൾക്ക് വശത്താക്കാനുള്ളൊരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാകുന്നു. അതുപോലെ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ അത് വേണ്ടാന്ന് വയ്ക്കുന്നു. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങളും അല്പം പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതിൽ 12 തരം കാളസർപ്പദോഷങ്ങൾ ആണ് ഉള്ളത്. അതിൽ ഈ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ കാളസർപ്പദോഷങ്ങൾ ഉള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ആ ജാതകൻ കാളസർപ്പമുള്ളതാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് കാളസർപ്പദോഷത്തിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അത് നിങ്ങൾ ആ പൂജകളൊക്കെ ചെയ്ത് അത് പരിഹരിക്കാവുന്നതാണ്. പിന്നെ സർപ്പപൂജകൾ ചെയ്യുന്നത് ഉത്തമമാകുന്നു. അതുപോലെ കാളഹസ്തി പോലുള്ള സ്ഥലങ്ങളിൽ പോകുന്നതും ഉത്തമമാകുന്നു. ഇത് ജനിച്ചപ്പോൾ കാളസർപ്പദോഷങ്ങൾ 12-ൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം പോയാൽ മതി, അല്ലെങ്കിൽ പോകേണ്ട യാതൊരു കാര്യവും വരുന്നില്ല. മക്കൾക്ക് ദുരിതങ്ങൾ, ചെറിയ രീതിയിലുള്ള അവർക്ക് കുറച്ച് രോഗങ്ങളോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ മാനഹാനി വരാതെ ശ്രദ്ധിക്കണം. അവിവേകം കാണിക്കാതിരിക്കുക. എല്ലാ കാര്യത്തിനും ആലോചിച്ച് പ്രവർത്തിച്ചാൽ ഒരു ബുദ്ധിമുട്ടും വരാണ്ട് ഈ ഇടവമാസം നിങ്ങൾക്ക് കഴിച്ചു കൂട്ടുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഈ മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെ പ്രായത്തിനനുസരിച്ചാണ് പറയുന്നത്. അശ്വതി നക്ഷത്രത്തിൻ്റേതാണ് ആദ്യം പറയുന്നത്. 2.5 വയസ്സ് വരെയുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് ചില അസുഖങ്ങൾ, ബാല്യകാലത്ത് ചില അസുഖങ്ങൾ ഉണ്ടാകാം എന്നുള്ളൊരു സാധ്യതയുണ്ട്. 2.5 വയസ്സ് മുതൽ 20 വയസ്സ് വരെ ഉള്ളവർക്ക് വിദ്യാഭ്യാസം ഒരു തടസ്സമില്ലാണ്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. 20 വയസ്സ് മുതൽ 26 വയസ്സ് വരെ ഉള്ളവർക്ക് അവർ ഉദ്ദേശിച്ച രീതിയിൽ നല്ല വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. വിദ്യാഭ്യാസത്തിന് തടസ്സം വരുന്നതായിട്ട് കാണുന്നില്ല. നല്ല നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ലഭിക്കാം. പക്ഷേ ഈ സമയത്ത് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശവാസം, ഇതിൽ ചിലർ വിദേശത്ത് പഠിക്കുന്നതിലേക്ക് വേണ്ടിയാണോ അല്ലെങ്കിൽ അല്ലാതെ ജോലിക്കാണോ ഒക്കെ പോകാനൊരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. 26 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് സർവ്വ ഐശ്വര്യങ്ങളിൽ ലഭിക്കുന്ന ഒരു സമയമാണ്. പുതിയ വാഹനം വാങ്ങാൻ സാധിക്കും. വിവാഹം, സന്താനഭാഗ്യം, നല്ല മിത്രങ്ങളെ ലഭിക്കാൻ എല്ലാം കൊണ്ടും ഒരു നല്ല ഒരു സമയമാണ്. 36 വയസ്സ് മുതൽ 43 വയസ്സ് വരെ ഉള്ളവർക്ക് ചില സർജറികൾ നടക്കുന്നതിനായിട്ടുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. തീപ്പൊള്ളൽ ഏൽക്കാതെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഏതെങ്കിലും തരത്തിൽ കുറ്റകൃത്യങ്ങളിൽ അകപ്പെട്ടാൽ ജയിൽവാസം വരുന്നതിന് സാധ്യതയുള്ളതിനാൽ അത്തരം നടപടികൾക്ക് മുതിരാണ്ടിരിക്കുക. 43 വയസ്സ് മുതൽ 61 വയസ്സ് വരെയുള്ളവർക്ക് അച്ഛനമ്മമാരും ഉറ്റ ബന്ധുക്കളോ ആർക്കെങ്കിലും ചില അസുഖങ്ങളൊക്കെ വരാനും അതൊന്ന് ചില സീരിയസ് ആകാനൊക്കെ ഉള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ അശ്രദ്ധ കാണിക്കാണ്ടിരിക്കുക. ധനനഷ്ടം ധാരാളം വരാനുള്ളൊരു സാധ്യതയുണ്ട്. അന്യനാട്ടിൽ വസിക്കേണ്ടതായിട്ടും ഒരു യോഗം കാണുന്നുണ്ട്. 61 വയസ്സ് മുതൽ 77 വയസ്സ് വരെയുള്ളവർക്ക്
മറ്റുള്ളവരുടെ നിന്ദയും പരിഹാസവും അപവാദവും ഒക്കെ ഇതിൽ ചില അശ്വതി നക്ഷത്രക്കാർക്ക് ഏറ്റുവാങ്ങേണ്ടതായി വന്നേക്കാം. അതുപോലെ തന്നെ ഇണയുടെ വേർപാട് ഒരു ദുഃഖമുണ്ടാക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ചിലർക്കാണ്. അടുത്ത് ഭരണി നക്ഷത്രക്കാർക്കുള്ളതാണ്. 15 വയസ്സ് വരെയുള്ള ഭരണി നക്ഷത്രക്കാർക്ക് പല ഗുണങ്ങളും ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. നല്ല വിദ്യാഭ്യാസം ലഭിക്കാം. ഗുണനിലവാരമുള്ള സ്കൂളുകളിലും ഒക്കെ പഠിക്കുന്നതിന് അവർക്ക് ഭാഗ്യമുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വലുതായിട്ട് കാണുന്നില്ല. അവർക്ക് ചിത്രരചന അവർക്ക് പഠിക്കാൻ സാധിക്കുന്നു. അതിനുള്ള കഴിവും ഇതിൽ ചില ഭരണി നക്ഷത്രക്കാർക്കുണ്ടാകുന്നു. അതുപോലെ തന്നെ സംഗീതം, മറ്റുള്ള കലകളെല്ലാം അവർക്ക് പഠിക്കാനുള്ള ഒരു യോഗം അവർക്ക് ഇതിൽ കാണുന്നുണ്ട്. അടുത്ത് 15 വയസ്സ് മുതൽ 21 വയസ്സ് വരെ ഉള്ളവർക്ക് ചില ദുഃഖങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യത ചില ഭരണി നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. ധനനഷ്ടം വരാം. ചിലർക്ക് വിദേശവാസം വരുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ അപകടങ്ങൾ വരാണ്ട് ശ്രദ്ധിക്കുക. 21 വയസ്സ് മുതൽ 31 വയസ്സ് വരെയുള്ളവർക്ക് പല ഗുണകരമായ ഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കുന്നതിനും അതുമൂലം നല്ല ഒരു ജോലി അവർക്ക് ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ മറ്റ് ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം നടത്തുന്നതിനും യോഗം കാണുന്നുണ്ട്. സന്താന ഭാഗ്യത്തിനും കാണുന്നുണ്ട്. അലർജി, ശ്വാസമുട്ടൽ എന്നിവ ചിലർക്ക് വരാമെന്നുള്ളത് ഒഴിച്ചാൽ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ആരോഗ്യത്തിൽ കാണുന്നില്ല. 31 വയസ്സ് മുതൽ 38 വയസ്സ് വരെയുള്ളവർക്ക് ചെറിയ ഒരു സർജറി ഇതിൽ ചിലർക്ക് വേണ്ടി വന്നേക്കാം. അത് കൂടുതലും തീപ്പൊള്ളലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സർജറിയാണ് നടക്കുന്നത്. കോടതി കേസുകൾ വരാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. വിദേശ ജോലിയുള്ളവർക്ക് അവിടെ ജോലിയിൽ ചില പ്രശ്നങ്ങൾ വരാം എന്നുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം വിദേശത്ത് ജോലിയുള്ളവർ പോകേണ്ടത്. 38 വയസ്സ് മുതൽ 56 വയസ്സ് വരെ ഉള്ളവർക്ക് അവർക്കൊരു ഭയം, ഏതൊന്നും ഒരു ഭയം വരണ ഒരു സമയമാണ്. കൂടാതെ നിരാശ വരുന്നതിനും അതുപോലെ മടി വരുന്നതിനും ഒക്കെ അലസതയൊക്കെ വരുന്നതിനൊരു സമയമുണ്ട്. ബുദ്ധിയില്ലായ്മ പോലെയുള്ള ചില പ്രവൃത്തികളിൽ ബുദ്ധിയില്ലായ്മയൊക്കെ കാണിച്ചിട്ട് ധാരാളം ധനനഷ്ടം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഭരണി നക്ഷത്രക്കാരിൽ ചിലർക്കാണ്. അതുപോലെ ചിലർക്കാണെങ്കിൽ ഭക്ഷ്യവിഷബാധ പോലെയുള്ള വിഷബാധകൾ ഏൽക്കുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ചില രോഗങ്ങൾ വരാം. അതുപോലെ വ്യാപാരം നടത്തുന്നവരാണെങ്കിൽ അതിൽ ചില നഷ്ടങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത് കൂടുതൽ വ്യാപാര സ്ഥാപനം ശ്രദ്ധിച്ചാൽ മതി, ആ നഷ്ടം ഒഴിവാക്കാം. അതുപോലെ ഇണയോട് നീതി പുലർത്തുവാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു ധാരണയും മനസ്സിൽ വരാം. 56 വയസ്സ് മുതൽ 72 വയസ്സ് വരെയുള്ളവർക്ക് ഇത്രയും കാലം അനുഭവിച്ച കുറച്ച് ബുദ്ധിമോശങ്ങൾ, ഭരണി നക്ഷത്രക്കാരിൽ ചിലർ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അവരുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു 38 വയസ്സ് മുതൽ 56 വയസ്സ് വരെയുള്ള കാലത്ത്. അതിനെല്ലാം പരിഹാരമായി അവർക്ക് ആ ദുരിതങ്ങളെല്ലാം മാറി അവർക്ക് വളരെ ശാന്തി ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ കുടുംബത്തിൽ എല്ലാവരും ഒത്തുകൂടുന്നു, മക്കളും കൊച്ചുമക്കളും എല്ലാവരുമായിട്ട് ഒത്തുകൂടി നല്ലൊരു ജീവിതം അവർക്ക് നയിക്കാൻ സാധിക്കുന്നു. ഇതിൽ ചിലർ ആത്മീയതയിലേക്ക് തിരിയുന്നതിന് ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. 72 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് വളരെ ഇത്തിരി മോശപ്പെട്ട സമയമാണ്. അതുകൊണ്ട് കുറച്ചൊന്ന് ശ്രദ്ധിക്കുക, നല്ലതായിരിക്കും. അടുത്ത് കാർത്തിക നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. 10 വയസ്സ് വരെയുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് ശരീരസുഖം ലഭിക്കുന്നതിനുള്ള ഒരു നല്ല സാധ്യതയുണ്ട് ആ കൊച്ചിന്. അതുപോലെ തന്നെ വെള്ളി, സ്വർണം മുതലായ ആഭരണങ്ങളും മറ്റു വിലയേറിയ സമ്മാനങ്ങളും ലഭിക്കുന്നതിനുള്ളൊരു ഭാഗ്യവും കാർത്തിക നക്ഷത്രക്കാർക്കുണ്ട്. 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ളവർക്ക് ചെറിയൊരു സർജറി ഇതിൽ ചില കാർത്തിക നക്ഷത്രക്കാർക്ക് വേണ്ടി വന്നേക്കാം. അതുപോലെ തന്നെ സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് പോകുന്നതിനൊരു സാധ്യതയുണ്ട്. അതേപോലെ ചില ഇതിൽ കൂട്ടുകെട്ടുകൾ മോശമാണെങ്കിൽ ദുർനടപടികളിലേക്ക് പോകുന്നതിനൊരു സാധ്യത ഉള്ളതിനാൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. 17 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ഉള്ളവർക്ക് ചില ആപത്തുകളും ധനനാശവും ഒക്കെ വരേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവരെ എല്ലാത്തിനും സഹായിച്ചുകൊണ്ടിരുന്ന ഒരു ബന്ധു അത് ഒരു ചെറിയ അദ്ദേഹത്തിന് വേർപാടുണ്ടാകുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതിൽ കൂടി ഒരു മനപ്രയാസം വന്നേക്കാം. കാരണം എല്ലാത്തിനും ഒരു ആശ്വാസമുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം ഒരു ദുഃഖമുണ്ടാക്കാം. ഒരു പക്ഷേ നിങ്ങൾ കുറച്ച് മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമയാകാനുള്ള ഒരു കാലഘട്ടം ഒരു ഇതുണ്ട്. അതുകൊണ്ട് അതിലൊന്നും അടിമയാകാണ്ടിരിക്കുക. അതൊന്നും ഒരു സമാധാനം കിട്ടുന്നതല്ല. അതുകൊണ്ട് അതിലൊന്നും ശ്രദ്ധിക്കാണ്ടിരിക്കുക. 35 വയസ്സ് മുതൽ 51 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതുവരെ നഷ്ടമായതെല്ലാം വീണ്ടെടുക്കാൻ സാധിക്കുന്ന ഒരു നല്ലൊരു സമയമാണ്. അതുപോലെ തന്നെ ധനവും ഐശ്വര്യങ്ങളും എല്ലാം ഉണ്ടാകുന്നൊരു സമയമാണ്. ആത്മീയതയും ിലേക്കും തിരിയാനും ഉള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്.
ജോലിയിലുള്ള തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നു. നല്ല രീതിയിൽ നിങ്ങൾക്ക് ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് ജീവിതം കൊണ്ടുപോകാൻ സാധിക്കുന്നു. ബിസിനസ്സായിരുന്നാലും ജോലിയായിരുന്നാലും എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോയി നല്ല ധനം വരുന്നതിനുള്ള ഒരു ഇത് കാണുന്നുണ്ട്. വീട് അങ്ങനെ എല്ലാം സ്വന്തമാക്കാൻ സാധിക്കും. 51 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളവർക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ അപവാദം വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് ചെയ്യാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടതായിട്ടുള്ള ഒരു സാധ്യത വരാം. അതുപോലെ തന്നെ ഒരു മരണഭയം ഉണ്ടാകാം. അങ്ങനെ കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാം. അതുപോലെ ദുഃഖം ഉണ്ടാവാം. അന്യനാട്ടിൽ താമസിക്കാൻ നിർബന്ധപൂർവം പോകാനായിട്ടും ഒരു സാധ്യത കാണുന്നുണ്ട്. വാതരോഗം പിടിപെടുന്നതിനും ചില കാർത്തിക നക്ഷത്രക്കാർക്ക് ഒരു ഇത് കാണുന്നുണ്ട്. 71 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് വിചാരിക്കുന്ന കാര്യങ്ങൾ ഭംഗിയായി നടന്നു കിട്ടുന്ന ഒരു സുവർണ കാലഘട്ടമാണ് അവരുടെ ജീവിതത്തിൽ. വയറ് സംബന്ധിച്ച് കുറച്ച് ദഹന പ്രശ്നങ്ങളും കാര്യങ്ങളും മരുന്നതൊഴിച്ചാൽ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ആരോഗ്യത്തിൽ കാണുന്നില്ല. കൂടാതെ തന്നെ അവർക്ക് ധാരാളം ധനവും സമ്പത്തൊക്കെ ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണ് ഈ കാലഘട്ടം. ഇവിടെ ഞാൻ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാകുന്നു. നിങ്ങൾക്കുള്ള വാസ്തുപരമായോ മുഹൂർത്തപരമായോ ജ്യോതിഷപരമായോ പൂജപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. ഈ വരുന്ന ഇടവ മാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.